Hi viewers, welcome to Asset American Cafe. അമ്മമാർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇതെന്താ അമ്മമാർക്ക് എല്ലാവർക്കും നമസ്കാരം എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇന്ന് മദേഴ്സ് ഡേ ആണ്, അല്ലെങ്കിൽ മലയാളത്തിൽ മാതൃദിനമാണ് അല്ലെ. ശരിക്കും ആഘോഷിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് മദേഴ്സ് ഡേ എന്ന് പറയുന്നത്. എന്തായാലും എല്ലാ അമ്മമാർക്കും നല്ലൊരു ദിവസമായിരിക്കും ഇന്ന് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആദ്യം തന്നെ അമ്മമാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് നമുക്ക് കാണാം അല്ലെ. ഇനി അസറ്റ് അമേരിക്കൻ കഫേയിൽ ആദ്യത്തെ പാട്ട് നമുക്ക് കാണാം. വെൽക്കം ബാക്ക് ടു അസറ്റ് അമേരിക്കൻ കഫേ. എന്തായാലും അമേരിക്കയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് പറയണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞോളൂ. എന്തായാലും നിങ്ങൾക്ക് മെയിലും അയക്കാം, മെയിലൊക്കെ എനിക്ക് കിട്ടാറൊക്കെ ഉണ്ട്. എന്തായാലും അസറ്റ് അമേരിക്കൻ കഫേയിൽ ഞാൻ ഇന്നിവിടെ മദേഴ്സ് ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ആ ദിവസം അധികം കുറച്ച് പേരൊക്കെ മാത്രമേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായം അനുസരിച്ച് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ദിവസം തന്നെയാണ് ഈ മദേഴ്സ് ഡേ. കാരണം അമ്മമാരെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പം വിചാരിക്കുന്നുണ്ടാകും എങ്ങനെയായിരിക്കും അമ്മമാരെ സന്തോഷിപ്പിക്കാന്ന്. അപ്പൊ സന്തോഷിപ്പിക്കാൻ വളരെ ഈസിയാണ് അമ്മമാരെ സന്തോഷിപ്പിക്കുക. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അമ്മമാര് സന്തോഷിക്കും, വലിയ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ അമ്മമാർക്ക് അന്നത്തെ ദിവസം, അതായത് ഈ മദേഴ്സ് ഡേയുടെ അന്ന് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് വലിയ ഗിഫ്റ്റ് വേണം എന്നൊന്നുമില്ല. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആക്കാം. അന്നത്തെ ദിവസത്തെ ഇനി അങ്ങോട്ടുള്ള സമയം എന്താ പറയാ, അമ്മയെ അവിടെ ഇരുത്തിയിട്ട് ബാക്കി ജോലികൾ നമ്മൾ ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം. പക്ഷേ അമ്മമാർക്ക് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ നിങ്ങൾക്ക് ശീലമാക്കണമെങ്കിൽ എന്നെ ശീലമാക്കാം, അമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ട് എന്ന് വേണമെങ്കിൽ ജോലി ചെയ്യാം. പക്ഷെ അതിന് താല്പര്യമില്ലാത്തവർ ഇന്നെങ്കിലും എന്തെങ്കിലും ഫുഡോ, അമ്മയ്ക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാം. അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ജോലിയെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അമ്മ അത്ഭുതപ്പെടും. ഇത് എൻ്റെ മോളാണോ അല്ലെങ്കിൽ ഇത് എൻ്റെ മോനാണോ എന്ന് അത്ഭുതപ്പെടും. അത് തന്നെ വലിയൊരു ഗിഫ്റ്റാണ്. എന്തായാലും ഇങ്ങനെ നമുക്ക് ശരിക്കും മദേഴ്സ് ഡേയിൽ അമ്മ ഇങ്ങനെ ഞെട്ടിച്ചിങ്ങനെ ഗിഫ്റ്റുകൾ കൊടുത്തോണ്ടിരിക്കാം. ഇത് മാത്രമല്ല, ഗിഫ്റ്റ് ഇനിയുണ്ട്. ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഇനിയും ഗിഫ്റ്റുകളുണ്ട്. എന്തായാലും ഗിഫ്റ്റിനെ പറ്റിയൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം അല്ലെ. എന്തായാലും ഇനി അസറ്റ് അമേരിക്കൻ കഫേയിൽ മറ്റൊരു അടിപൊളി ഗാനം. വെൽക്കം ബാക്ക് ടു അസറ്റ് അമേരിക്കൻ കഫേ. എന്തായാലും ഇന്ന് അസറ്റ് അമേരിക്കൻ കഫേയിൽ ഞാൻ ഇങ്ങനെ മദേഴ്സ് ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അമ്മമാരെ ഒന്നും വിഷ് ചെയ്യാൻ ആഗ്രഹമില്ലേ? അമേരിക്കയിലുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞോളൂ. ഞാൻ നിങ്ങളുടെ വിഷ് ഇതുവഴി അങ്ങ് പാസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ മദേഴ്സ് ഡേക്ക് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇടയ്ക്കിടയ്ക്ക് അമ്മമാർക്ക് സമ്മാനം കൊടുക്കുക. എന്തായാലും ഈ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മ ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോകാം. ഈ ഗിഫ്റ്റ് ഇങ്ങനെ കൈ കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസം അമ്മയ്ക്ക് വളരെ സ്പെഷ്യൽ ആയിരിക്കും. എന്തെങ്കിലും അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് അമ്മയടുത്ത് പറയണം, ഒന്ന് പാക്ക് ചെയ്തേ, നമുക്ക് ഉടൻ തന്നെ ഒന്ന് ഔട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞ് അമ്മ എവിടെയാണ് പോകുന്നത് എന്ന് അമ്മയടുത്ത് ഒരിക്കലും പറയരുത്. അതൊക്കെ സസ്പെൻസ് ആയിട്ട് വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് അങ്ങ് കൊടുക്കുക അമ്മയ്ക്ക്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചില അമ്മമാർക്ക് ബ്യൂട്ടി പാർലറിൽ പോകുന്ന, പൊതുവെ ലേഡീസിന് ബ്യൂട്ടി പാർലറിൽ പോകുന്നു, ബ്യൂട്ടി ശ്രദ്ധിക്കുന്നതൊക്കെ ഇഷ്ടമാണ്, അല്ല എന്നൊന്നും പറയുന്നില്ല. എന്തായാലും അമ്മമാര് ശരിക്കും പറഞ്ഞാൽ മക്കളുടെ സൗന്ദര്യത്തിനെ പറ്റി മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് ശരിക്കും മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും അതിനെ പറ്റിയുള്ള ശ്രദ്ധയൊക്കെ മറന്ന് പിന്നെ മക്കളുടെ കാര്യത്തിന് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരുടെയൊക്കെ സ്കിന്നിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ സൗന്ദര്യത്തിനെ ശ്രദ്ധിക്കാൻ പറ്റിയൊരു ദിവസമാണ്. അപ്പം ഒന്ന് സർപ്രൈസ് ആയിട്ട് ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിക്കും അമ്മ തന്നെ അത്ഭുതപ്പെടും. ഇവളെന്റെ സൗന്ദര്യത്തെ പറ്റി അല്ലെങ്കിൽ ഇവൻ എന്റെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ എന്ന് വിചാരിക്കും. അപ്പൊ ഭയങ്കര സന്തോഷമോ. അപ്പൊ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ അവരെ ഞെട്ടിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു അസറ്റ് അമേരിക്കൻ കഫേ. ഇത് ആരാണ്? ഹലോ, കേൾക്കുന്നില്ലല്ലോ. സാരില്ല, എന്തായാലും കേൾക്കുന്നില്ല. എന്തായാലും എനിക്ക് ഒന്ന് മദേഴ്സ് ഡേക്ക് വിഷ് ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചാണ്, കോൾ ഡ്രോപ്പ് ആയി പോയി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ഇനി ഒന്നും കൂടെ വിളിച്ചാൽ മതി, നമുക്ക് കിട്ടുമല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മദേഴ്സ് ഡേയിൽ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ മറക്കണ്ട. ആദ്യം ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് ഓർമ്മയുണ്ടല്ലോ, വീട്ടിലെ പണിയൊക്കെ ചെയ്യാന്ന്. പണി ചെയ്യാൻ താല്പര്യമില്ലാത്തവർ വേണമെങ്കിൽ പതുക്കെ അമ്മയും കുട്ടിയും ഒന്ന് ഔട്ടിങ്ങിന് പോയിക്കോളൂ. എന്തായാലും ഔട്ടിങ്ങിനൊക്കെ പോകുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, അസറ്റ് അമേരിക്കൻ കഫേ കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്തായാലും ഇനി നല്ലൊരു പാട്ട് കാണാം അല്ലേ. വെൽക്കം ബാക്ക് ടു അസറ്റ് അമേരിക്കൻ കഫേ. നമ്മളിങ്ങനെ എന്താ പറയാ മദേഴ്സ് ഡേ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പൊ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്താ പറയാ, നിങ്ങൾ കാണേണ്ട, അമേരിക്കയിലുള്ള ശരിക്കും മലയാളികൾ കാണേണ്ട ഒരു സിനിമയാണ് രക്ഷാധികാരി ബൈജു. നമ്മുടെ രഞ്ജൻ പ്രമോദ് ഡയറക്ട് ചെയ്ത ഫിലിമാണ്. ഈ ഫിലിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷെ ഈ നാട്ടിൻപുറം ഇഷ്ടപ്പെടുന്നത്, എന്താ പറയാ നാട്ടിലെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഫിലിമായിരിക്കും.
പറയും. കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ സിറ്റി ലൈഫിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കളിക്കാൻ ഒരു ഗ്രൗണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ ഗ്രൗണ്ടിൽ ഒരുപാട് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ച് അടിച്ചു പൊളിച്ച് വളർന്ന നാട്ടിൻപുറത്തുനിന്ന് ഇപ്പോ അമേരിക്കയിലൊക്കെ പോയ ശരിക്കും നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ് രക്ഷാധികാരി ബൈജു. നമ്മുടെ ബിജു മേനോനാണ് നായകനായിട്ട് അതിൽ അഭിനയിക്കുന്നത്. അജു വർഗീസ് ഉണ്ട്. അതുപോലെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബിജു മേനോന്റെ മറ്റൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. എന്തായാലും ബിജു മേനോന്റെ ഫിലിംസ് എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു മെയിൻ സ്റ്റാറായി മാറുകയാണ് നമ്മുടെ ബിജു മേനോൻ. എന്തായാലും അസെറ്റ് അമേരിക്കൻ കഫേയിൽ ഞാനിങ്ങനെ മദേഴ്സ് ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലാണ്, അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ പറയാം, നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ ബിസി ആയിട്ടുള്ള സമയത്ത് അമ്മമാരുടെ കോള് വന്നു കഴിഞ്ഞാൽ എടുക്കാതിരിക്കും. അമ്മയുടെ ആയാലും അച്ഛന്റെ ആയാലും ഒക്കെ ബിസിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ വിളിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ കട്ട് ചെയ്യും. ചിലപ്പോൾ ദേഷ്യത്തിലൊക്കെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്, പിന്നെ വിളിക്കാൻ മറക്കും. അല്ലേ, സത്യമല്ലേ? വിളിക്കാറുണ്ടോ നിങ്ങൾ? ഇല്ല, വിളിക്കാൻ മറക്കും. അപ്പൊ ഈ ദിവസത്തില് എങ്കിലും ഒന്ന് തിരിച്ച് വിളിച്ച്, ഒന്ന് ഓർത്ത് തിരിച്ച് വിളിച്ച്, നിങ്ങൾക്ക് അടുത്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചൊന്ന് വിളിച്ച് കുറച്ച് അധികം നേരം സംസാരിക്കാനുള്ള വഴി ഉണ്ടാക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം പറയാനായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശബ്ദം കേൾക്കാനായിരിക്കും അമ്മ വിളിക്കുന്നത്. അപ്പൊ അവർക്ക് ആഗ്രഹം കാണും കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സമയം അമ്മമാർക്ക് കൊടുക്കുക. നമ്മുടെ എത്ര ബിസിയാണ് എന്നുണ്ടെങ്കിലും ആ വയറ്റിൽ നിന്നല്ലേ നമ്മൾ പിറന്നത്. അപ്പൊ ആ സ്നേഹമൊക്കെ കിട്ടിയാൽ നമ്മൾ തിരിച്ചു കൊടുക്കട്ടെ സ്നേഹം. അപ്പൊ ഇന്നത്തെ ദിവസം മറക്കാണ്ട്, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, മറക്കാണ്ട് അമ്മമാരെയൊക്കെ വിളിക്കുക, അവർക്ക് ഇച്ചിരി സന്തോഷം കൊടുക്കുക. എന്തായാലും അമ്മമാരുടെ ഈ ദിവസത്തിന് ഞാൻ വീണ്ടും അമ്മമാർക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് പാട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇരിക്കും. അപ്പൊ ഇനി അസെറ്റ് അമേരിക്കൻ കഫേയിൽ മറ്റൊരു ഗാനം. വെൽക്കം ബാക്ക് ടു അസെറ്റ് അമേരിക്കൻ കഫേ. അസെറ്റ് അമേരിക്കൻ കഫേയിൽ ഇന്ന് നമ്മളിങ്ങനെ മാതൃദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഞാൻ ഒരു പാട്ട് പാടാല്ലേ? അമ്മ വേണ്ടല്ലേ, അത് മാത്രം വേണ്ടല്ലേ. എന്തായാലും പാട്ടൊന്നും പാടി ഞാൻ കുളവാക്കുന്നില്ല. പക്ഷെ അമ്മമാരെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം 6 മണിയായി. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് മാതൃദിനം ആഘോഷിക്കുക? ഞാൻ എന്തായാലും അമ്മയെ പുറത്തൊന്നും കൊണ്ടുപോയില്ലല്ലോ, വീട് വൃത്തിയാക്കിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ വീട്ടിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വരാം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗിഫ്റ്റ് ഒന്നും വേണം എന്നില്ല. ഒരു ബാസ്ക്കറ്റ് എടുക്കുക. ബാസ്ക്കറ്റിനകത്ത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, കുഞ്ഞു ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല അമ്മയ്ക്ക്. ഇപ്പൊ കുക്കീസ് അമ്മയ്ക്ക് ഇഷ്ടമായിരിക്കും, അത് വെക്കാം. പെർഫ്യൂം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങി വെക്കാം. അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കൊച്ചു കാര്യങ്ങൾ നിറച്ച ഒരു ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ബാസ്ക്കറ്റ് നിറയെ കുഞ്ഞു ഗിഫ്റ്റ് ആയിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാവും. നമ്മള് പകല് വീട്ടിലില്ലായിരുന്നു, മദേഴ്സ് ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമം നമുക്കും പോവും, അല്ലെ? എന്ത് പറയുന്നു? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ ഗിഫ്റ്റ് കൊടുത്ത് അമ്മമാരെ ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് അമ്മേനെ വിളിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും വിഷ് പറയണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എന്തായാലും നമ്പർ കാണുന്നുണ്ടാവും, അതിലോട്ട് വിളിച്ചാൽ മതി. എന്തായാലും അമേരിക്കയിലെ വിശേഷങ്ങളും ഞാനുമായിട്ട് പങ്കുവെക്കാം. അപ്പൊ അമേരിക്കയിലെ വിശേഷങ്ങൾ പറയാനും വിഷ് പറയാനും ഒക്കെ പെട്ടെന്ന് തന്നെ വിളിക്കാം കേട്ടോ. എന്തായാലും ഈ കാര്യം ഞാൻ ഈ അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോഴാ, സാധാരണ ഈ കല്യാണം കഴിഞ്ഞു പോയി കഴിഞ്ഞാല് ഭയങ്കര ആകെ മൊത്തം പുതിയൊരു ഫാമിലി ഒക്കെ ആയി കഴിയുമ്പോഴേക്കും ആകെ മൊത്തം ഒരു എന്താ പറയുക, എല്ലാം കൂടെ ഒരു കൊളമാകുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്ത് പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, എന്താ പറയാ, നമ്മൾ നമ്മുടെ ഫാമിലിയെ മറന്നു പോകും. ചിലരാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം എന്നൊന്നുമില്ല, അമ്മയെ കാണണം എന്നില്ല, ഹസ്ബൻഡ് കംപ്ലീറ്റ് എന്റെ മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഭാര്യമാരുണ്ട്. അതുപോലെ തന്നെ ഭാര്യ തിരിച്ച് വീട്ടിലോട്ട് പോകണം എന്നില്ല, അമ്മയും അച്ഛനും ഒന്നും കാണണം എന്നില്ല, ഭാര്യ ഇനി എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഹസ്ബൻഡ്സും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. ഞാൻ പലരുടെയും ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ഒരു പാട്ട് കണ്ടിട്ട് തിരിച്ചു വന്നാലോ? അതല്ലേ നല്ലത്? ഓവറാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എന്തായാലും ഒരു പാട്ട് ഇട്ട് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു അസെറ്റ് അമേരിക്കൻ കഫേ. എന്തായാലും എനിക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെയിൽ വായിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ആ മെയിൽ സെലക്ട് ചെയ്തതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇന്ന് മദേഴ്സ് ഡേ ആണല്ലേ. അപ്പൊ മദേഴ്സ് ഡേയുടെ അന്ന് തന്നെ അമ്മയ്ക്ക് പിറന്നാൾ വന്നാലോ അടിപൊളിയാവും അല്ലെ. എന്തായാലും മനോജാണ് മെയിൽ അയച്ചിരിക്കുന്നത്. മനോജിന്റെ അമ്മ രുക്മിണിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ശരിക്കും മനോജ് അമേരിക്കയിലാണ്, അമ്മ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മദേഴ്സ് ഡേയും ഈ അമ്മയുടെ ബർത്ത്ഡേയും കൂടെ ഒരുമിച്ച് വന്ന ദിവസമാണ്. ആ ദിവസം ഞാൻ വീട്ടിലില്ലാത്ത
കിട്ടാത്ത ഒരുപാട് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് മനോജ് മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പൊ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരുമിച്ച് അമ്പലത്തിൽ പോവായിരുന്നു. എന്നിട്ട് അമ്മ സദ്യ ഉണ്ടാക്കും, അമ്മ തന്നെ ഉണ്ടാക്കണേ, പക്ഷെ എന്റെ അമ്മയുടെ ഒപ്പം ഇരുന്ന് സദ്യ കഴിക്കാൻ പറ്റും, അതൊക്കെ ഒരു സന്തോഷമാണ് എന്നൊക്കെ അയച്ചിട്ടുണ്ട് മനോജ്. എന്തായാലും സാരമില്ല, എന്തായാലും ഇന്നത്തെ ദിവസം അപ്പൊ അമ്മയെ വിളിക്കാൻ മറക്കണ്ട. അമ്മയെ വിളിച്ച് വിഷയം അമ്മയ്ക്ക് അത് മതി. എന്തായാലും മോൻ ദൂരല്ലേ, മോൻ ജോലിക്കല്ലേ എന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും. എന്തായാലും ഇനിയിപ്പോ ഉടൻ വരുമ്പോ തന്നെ അമ്മയ്ക്ക് ഇന്ത്യയൊക്കെ ഒരു പ്രശ്നം വയ്ക്കാൻ വേണ്ടി ഒരു എന്താ പറയാ ഒരു വലിയ ഗിഫ്റ്റും ഒക്കെ ആയിട്ട് വരും. അമ്മ മോനെ കാണുന്നത് തന്നെ അമ്മയ്ക്ക് വലിയൊരു സന്തോഷം തന്നെയായിരിക്കും. എന്തായാലും രുക്മിണി അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ എന്റെ വക. അത് മാത്രമല്ല നല്ലൊരു മദേഴ്സ് ഡേയും കൂടെ ആശംസിക്കുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് നമ്മുടെ എന്താ പറയാ ഈ കല്യാണം കഴിഞ്ഞിട്ട് വീട് മാറി പോകുമ്പോഴേക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഫാമിലിയെയാണ് ശരിക്കും കല്യാണം കഴിക്കുന്നതിന് ഒരു ഫാമിലി അങ്ങ് നമ്മുടെ സ്വന്തമാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം രണ്ട് ഫാമിലിയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ ഒരു കുട്ടിയെ ഇപ്പൊ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഹസ്ബൻഡ് ആയാലും വൈഫിന്റെ ആയാലും വീട്ടിലൊരു അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം കല്യാണം കഴിക്കുക. അപ്പൊ അവരെയും കൂടെ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കല്യാണമേ കഴിക്കാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ഈ ശരിക്കും പറഞ്ഞാൽ ചിലര് വീട്ടിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ വീട്ടിൽ പോകണ്ട അങ്ങനെയൊക്കെ പറയും. ശരിക്കും അങ്ങനെ ചെയ്യരുത്, വലിയൊരു ദ്രോഹം എന്ന് വേണമെങ്കിൽ പറയും. ഇത്രയും വർഷമായിട്ട് അമ്മയും അച്ഛനെയും ഒക്കെ സ്നേഹിച്ച് വളർന്ന ആ ഒരു എന്താ പറയാ അമ്മയെ അത്രയും മിസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പൊ ഈ മദേഴ്സ് ഡേയിൽ ഞാൻ ഇങ്ങനെ ചില തത്വങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, വിഷമിക്കണ്ട. എന്തായാലും ഇനി ഒരു പാട്ട് കാണാം അല്ലെ, ഒരു ആശ്വാസത്തിന്. എന്തായാലും അടുത്തതായി അസറ്റ് അമേരിക്കൻ കഫേയിൽ മറ്റൊരു പാട്ട്. ഇപ്പൊ കണ്ട പാട്ട് ഏത് സിനിമയിലാന്നറിയോ? നമ്മുടെ രാമന്റെ ഏതൻ തോട്ടം എന്ന ഫിലിമിലെയാണ്. ഇപ്പൊ റിലീസ് ആയിട്ടേ ഉള്ളൂ. രഞ്ജിത് ശങ്കർ ഡയറക്ട് ചെയ്ത ഫിലിമാണ്. ഇതിൽ നായകൻ കുഞ്ചാക്കോ ബോബനും അനു സിത്താരയാണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ സിനിമ കണ്ടില്ലല്ലോ. പക്ഷെ ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. സോങ്സ് എന്താ പിക്ചറൈസേഷനൊക്കെ അടിപൊളിയാണ്. ഇതുവരെ പാട്ടൊന്നും നേരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് കണ്ടാൽ അറിയാൻ പറ്റും. സിനിമയെ പറ്റി നല്ല നല്ല റിവ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയാ കുഞ്ചാക്കോ ബോബന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ മൂവീസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനു സിത്താര ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടിയാണ്. എന്താ പറയാ വളരെ പാവമായിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല പാവം എന്നുള്ളത് സ്വഭാവത്തിലും, പക്ഷെ ആക്ട് ചെയ്ത് വരുമ്പോൾ നല്ല പെർഫോമൻസും ആണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും നല്ലൊരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ റിലീസ് ആയാലേ ഉള്ളൂ, എനിക്ക് കുറച്ച് ടൈം തരേണ്ടി കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും കണ്ടിട്ട് എന്റെ അഭിപ്രായം ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. നല്ല റിവ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മദേഴ്സ് ഡേ ആണ്. അപ്പൊ അമ്മമാരെ പറ്റിയും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റും അമ്മമാരോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിൽ എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞായിരിക്കും മുതലേ അമ്മമാര് വേണ്ട 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 എന്ന് പല കാര്യങ്ങൾ പറയല്ലേ. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വലുതാവുമ്പോഴായിരിക്കും അതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്. അമ്മ പറയും മോനെ അത് പഠിക്കുമോനെ, അത് പഠിക്കുമോനെ, ബുക്ക് എടുത്ത് വായിക്കുമോനെ എന്ന് പറയും. പഠിക്കത്തില്ല, പഠിക്കാണ്ടിരിക്കും. അവസാനം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ് പിന്നെ അഡ്മിഷൻ നമ്മൾ വിചാരിച്ച കാര്യത്തിന് കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ വിഷമിക്കും. അതുപോലെ അമ്മ പറയും മോനെ പ്രേമിക്കണ്ട അല്ലെങ്കിൽ മോളെ പ്രേമിക്കണ്ട എന്നൊക്കെ പറഞ്ഞാലും എന്താ നീ സൂക്ഷിച്ച് നടക്കുന്നൊക്കെ പറഞ്ഞാലും ഒന്നും കേൾക്കാണ്ട് നമ്മൾ പ്രേമിക്കുക. അവസാനം അത് ട്രാജഡിയായി ഫെയിലിയർ ആയിരുന്നു കരയുമ്പോഴാണ് ആലോചിക്കുന്നത് അമ്മ പറയായിരുന്നു വേണ്ടാന്ന്. ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അമ്മമാർ ഒരുപാട് കാര്യം ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോഴേക്കും നമുക്ക് പുച്ഛമാണ്. ഇതൊക്കെ എന്ത് നമ്മൾ ന്യൂ ജനറേഷൻ നമുക്കെല്ലാം അറിയൂ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ പുച്ഛിച്ച് കളയും. പക്ഷേ അമ്മമാര് പറയുന്നത് എന്താ പറയാ 90% കറക്റ്റ് ആണ് എന്ന് ഒന്ന് വലുതായി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞു തന്നേക്കാം അമ്മമാര് പറയുന്ന എല്ലാം സത്യമാണ് കേട്ടോ, കറക്റ്റ് ആണ്. അപ്പൊ വേണമെങ്കിൽ ഇപ്പോഴേ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വലുതായിട്ട് വിഷമിക്കേണ്ടി വരില്ല. അപ്പൊ അമ്മമാര് മാത്രമല്ല അച്ഛന്മാര് പറയുന്നതും ഒക്കെ അനുസരിക്കുക. കൂടുതൽ അമ്മമാരാണ് ഇങ്ങനെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. വയ്യ ഉപദേശം എന്നൊക്കെ പറഞ്ഞ് തലേ കൈ വെച്ചിരിക്കുമെങ്കിലും കുറച്ച് വലുതാകുമ്പോൾ മാത്രമേ അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം കുറച്ച് വലുതായി കഴിയുമ്പോഴേക്കും പിന്നെ നിങ്ങളൊരു അമ്മയായി കഴിയുമ്പോഴേക്കും ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും അടുത്തായിട്ട് ഒരു നല്ലൊരു പാട്ട് കാണാം അല്ലെ. അപ്പൊ ഇനി അസറ്റ് അമേരിക്കൻ കഫേയിൽ നല്ലൊരു പാട്ട്. വെൽക്കം ബാക്ക് ടു അസറ്റ് അമേരിക്കൻ കഫേ. എന്തായാലും ഇന്നത്തെ ദിവസം അമേരിക്കയിൽ നിന്ന് എനിക്ക് കോള് കിട്ടിയിട്ടില്ല. കോള് വന്ന് കട്ടൊക്കെ ആയിപ്പോയി. എന്തായാലും ഇപ്പൊ ഒരു കോള് വന്നിട്ടുണ്ട്. ഹലോ ഹലോ, ഇതാരാണ്? ഹായ്, ഇതാരാണ്? അനീഷ്. അനീഷ് എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പൊ അവിടെ ഇവിടെ പപ്പയും മമ്മിയും വൈഫ് എന്റെ കൊച്ചുണ്ട്. എല്ലാരും ഉണ്ടല്ലേ? എല്ലാരും ഉണ്ട്. ഓക്കെ. എത്ര വർഷമായി അവിടെ പോയിട്ട്? ഇവിടെ വന്നിട്ട് ഇപ്പൊ 5 വർഷമായി. 5 വർഷമായി. ഓക്കെ. അമ്മയും അച്ഛനും ഒക്കെ അങ്ങ് കൊണ്ടുപോയല്ലേ? എല്ലാരും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് വന്നത്. പിന്നെ വൈഫ് വന്നിട്ട് ഇപ്പൊ 2 വർഷമായി.
ആ ഓക്കെ ഓക്കെ, ഒരുമിച്ച് ഫാമിലി ആയിട്ട് അങ്ങ് വന്നു. അതിന് ശേഷമായിരുന്നു മാരേജ് ഒക്കെ അല്ലേ? അവിടെ വന്നിട്ട് ശേഷം മാരേജ്. ഓക്കെ ഓക്കെ ഓക്കെ. കുട്ടികളൊക്കെ ആയോ? ഒരു കൊച്ചുണ്ട്. കൊച്ചിന്റെ പേര് നേതൻ. എന്താ പേര്? നേതൻ. നേവൻ. നേതൻ. ഓക്കെ, ഒരു വയസ്സായല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അവിടെ ചോദിക്കട്ടെ, അവിടെ മദേഴ്സ് ഡേ സെലിബ്രേഷൻ ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്തോ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. എന്തായിരുന്നു സെലിബ്രേഷൻ? ഞാന് പുറത്ത് മമ്മിക്കൊരു കാർഡ് കൊടുത്തു. പുറത്ത് മമ്മിയും കൊണ്ട് പുറത്ത് പോയി. ഒരു ഡിന്നർ എല്ലാം കഴിഞ്ഞു. പിന്നെ വൈഫിന്റെ ഇത് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ക്ലോസ് സെക്കൻഡ് എന്ന് പറയും. കാരണം വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് മദേഴ്സ് ഡേ. ഓക്കെ 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 ഓക്കെ, സെക്കൻഡ് ആണ്. ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് പുറത്ത് പോയി കഴിച്ചു. തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ വൈഫിനെ കൊടുക്കാം. ഹലോ ഹലോ, വൈഫിന്റെ പേരെന്താണ്? എന്റെ പേര് മെർലി. പേരെന്താണ്? എന്റെയോ? പേരറിയണ്ടല്ലേ വിളിച്ചേ? ശില്പ. ശില്പ. എന്തോ ഇവിടെ എല്ലാം സുഖമായിട്ട് നടക്കുന്നു. ശരിക്കും പറഞ്ഞ ഈ മദേഴ്സ് ഡേ അല്ലേ? അപ്പൊ ഇന്നത്തെ ഈ ശരിക്കും ഞാൻ അവിടുത്തെ വിശേഷം ചോദിച്ചാൽ എന്താന്ന് വെച്ചാല്, സാധാരണ ഇവിടുത്തെ കാലം ആഘോഷം അവിടെ എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. അപ്പം മദേഴ്സ് ഡേ ആയിട്ട് മമ്മിയെയും നാട്ടിലുള്ള മമ്മിയെയും ഇവിടുത്തെ മമ്മിയെയും വിഷയമ്മയാണ് ഞങ്ങള് ഇപ്പം വിളിച്ചത് ശില്പയെ. ഓക്കെ ഓക്കെ. മെർലിയുടെ അമ്മ ഇവിടെയാണല്ലേ? എന്റെ മമ്മിയും പപ്പയും നാട്ടിലുണ്ടല്ലേ? ഓക്കെ. അമ്മ മിസ് ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ ഒരുപാട്? അപ്പൊ അമ്മയും അപ്പായും മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി. അപ്പൊ അവർക്കൊരു ഉള്ള മെസ്സേജ് കൂടെ പാസ് ചെയ്യണം. അപ്പം ഞങ്ങൾക്കൊരു പാട്ട് വെക്കണം. പാട്ടല്ലേ? അപ്പം മിസ് ചെയ്യുന്ന അമ്മയ്ക്കും അച്ഛനും അതുപോലെ അവിടുത്തെ അമ്മയ്ക്കും അച്ഛനും കൂടെ നല്ലൊരു പാട്ട് വേണം അല്ലേ? നമ്മൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കാമോ? അത് പറ്റില്ല, ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നേ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ബൈ. താങ്ക്സ് ഫോർ കോളിംഗ്. ഹാവ് എ ഗ്രേറ്റ് ബൈ. അപ്പോ എന്താ മെർലിയുടെ ഫാമിലിയാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ആഘോഷം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ആഘോഷിക്കാറുള്ളല്ലേ? ശരിക്കും അവിടെയൊക്കെ കണ്ടോ നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞപ്പോ തന്നെ ആയിരിക്കും ഇല്ല, ഫേസ്ബുക്ക് ഒക്കെ ഉള്ളിടത്തോളം മദേഴ്സ് ഡേ ഒക്കെ എല്ലാരും അറിയും. അപ്പൊ തന്നെ ഓടിച്ചെന്ന് സെൽഫി ഒക്കെ എടുത്ത് അടുക്കളയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ ഹാളിൽ ഇരിക്കുന്ന അമ്മയുടെ സെൽഫി ഒക്കെ എടുത്ത് ശല്യപ്പെടുത്ത് സെൽഫി എടുത്തിടാൻ ആരും മറക്കാറില്ല. പക്ഷെ ഇതുപോലെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവാറുണ്ട് പലപ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ നല്ല നല്ല കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ആഘോഷം എന്ന് പറയുന്നത് ഇന്ന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നമുക്കൊരു മദേഴ്സ് വീക്ക് തന്നെ വേണമെങ്കിൽ ആഘോഷിക്കാം. ഓരോ ദിവസം അമ്മ ഇങ്ങനെ ഞെട്ടിക്കുന്ന രീതിയിൽ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് കാണാം അല്ലേ? അപ്പൊ ഇനി അസെറ്റ് അമേരിക്കൻ കഫേയിൽ മറ്റൊരു ഗാനം. വെൽക്കം ബാക്ക് ടു അസെറ്റ് അമേരിക്കൻ കഫേ. സൂപ്പർ മോംസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സൂപ്പർമാന്റെ അമ്മ അല്ലെങ്കിൽ ശക്തിമാന്റെ അമ്മ, സ്പൈഡർമാന്റെ അമ്മ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? അതൊന്നും അല്ല, നമ്മുടെ സാധാരണ അമ്മമാർക്കുള്ളിലുള്ള ഒരു സൂപ്പർ മോമിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പറയാൻ കാര്യം, ഈ ഹൾക്ക് എന്ന് പറയുന്ന ഫിലിം കണ്ടിട്ടുണ്ടാവില്ല, വളരെ എന്താ പവർഫുൾ ആയിട്ടുള്ള ആള്. അപ്പൊ ഈ ഹൾക്കിന്റെ എന്താ പറയാ ഡയറക്ടറിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മ ശരിക്കും നേരിട്ട് കണ്ട ഒരു ഇൻസിഡന്റ് ആണ്. ഒരു അമ്മ പെട്ടെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് കാറിന്റെ അടിയിലോട്ട് പോയി. അപ്പൊ അമ്മയ്ക്ക് ടെൻഷനായിട്ട് അമ്മ ഒറ്റ കൈ കൊണ്ട് കാറ് പൊക്കിയാണ് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക. ആ ഒരു സമയത്ത് ആർക്കും പറ്റില്ല അല്ലെ, ഒറ്റ കൈ കൊണ്ട് കാറ് പൊക്കുക എന്ന് പറയുന്നത് അതൊരു സ്ത്രീക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് അമ്മ ചെയ്തതെന്ന് പറയുന്നത് ശരിക്കും ആ കുഞ്ഞിന് വേണ്ടിയിട്ട്, ആ കുഞ്ഞിനൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തു വന്ന ഒരു ശക്തിയാണ്. ഇതുപോലെ നമുക്കുള്ളിലൊക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് മക്കളുടെ കാര്യം വരുമ്പോൾ ഉള്ള ഒരു എന്താ പറയാ ഒരു പവർ ആണ് എന്നാണ് പറയുന്നത്. അതാണ് സൂപ്പർ മോം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ സ്നേഹിച്ച് നമ്മളെ കൊണ്ട് നടന്ന് വളർത്തിയെടുക്കുന്ന അമ്മമാരെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. കാരണം അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട് അവര് മക്കൾ എന്ന് പറയുമ്പോൾ. അപ്പൊ ആ സ്നേഹം തിരിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ കടമയാണ്. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ മക്കളും നമ്മളോട് അങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ. അപ്പോൾ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ദിവസം നല്ല രീതിയിൽ ആഘോഷിക്കുക, അമ്മമാരെ സന്തോഷിപ്പിക്കുക. എന്തായാലും അസെറ്റ് അമേരിക്കൻ കഫേയിൽ എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സമയമായിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഒരുപാട് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. ദിസ് ഇസ് ശില്പ കാവലം സൈനിങ് ഓഫ്.